കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. തിയറി പേപ്പേഴ്സ് നമുക്ക് എങ്ങനെ പഠിക്കാം, എക്സാം ഹോളിൽ നമുക്ക് എങ്ങനെ ഈ ആൻസർ പ്രസന്റ് ചെയ്യാം, അപ്പൊ കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ച് കളഞ്ഞൊരു ടിപ്പാണ്. അതേപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതെ തന്നെ പറഞ്ഞു നോക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കീ വേർഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഒറ്റ വെട്ടിൽ അത് ഫുള്ള് വെട്ടിക്കളയും. അത് വർക്കിംഗ് നോട്ട്സ് എഴുതുക. അപ്പൊ നമ്മൾ കൂളിംഗ് ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്, അപ്പൊ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. കൺക്ലൂഷൻ എഴുതുമ്പോഴത്തേക്ക് നമ്മളൊരു ലോ രീതിയിൽ വേണം എഴുതാൻ. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് MCQ, ആൻസറിനെ കുറച്ചും കൂടെ ഒന്നൊരു അട്രാക്റ്റീവ് ആക്കാനും എന്തൊക്കെയോ കുട്ടിക്ക് അറിയാലോ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് വ്യൂസും ഷെയർസും ലൈക്സും കമന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീണ്ടും CA റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. CA സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, തിയറി പേപ്പേഴ്സ് നമുക്ക് എങ്ങനെ പഠിക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം, എക്സാം ഹോളിൽ നമുക്ക് എങ്ങനെ ഈ ആൻസർ പ്രസന്റ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം അതിന്റെ കുറച്ച് ടിപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഞാൻ വിശ്വസിക്കുന്ന. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. അപ്പോഴും നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ PDF നോക്കിയാണ് പഠിച്ചത്. അപ്പം ഇത്രയാണ് ഞാൻ തിയറി പേപ്പേഴ്സ് ആ ഒരു നമ്മുടെ മെറ്റീരിയൽ ഉള്ളത് നോക്കി, അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നോക്കി, അപ്പം ആ മെറ്റീരിയൽ വൈസാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഈ അറ്റംപ്റ്റിലാണ് അതിനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ PDF നോക്കി പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ PDF എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ അത്. കാരണം അതിനകത്താകുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ വൈസ് ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ അത് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു സെക്ഷൻ ചോദിക്കുന്നിടത്ത് വേറെ സെക്ഷൻ ലിങ്ക് ചെയ്തൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ പഠിക്കുമ്പോൾ പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു പോവുകയും ചെയ്യും. അതിന്റെ കൂടെ നമുക്ക് ഒരു അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള PDF ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും PDFs ക്വസ്റ്റ്യൻ ആൻസർ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ച് കളഞ്ഞൊരു ടിപ്പാണ്. അതായത് പണ്ട് നമ്മൾ പഠിക്കത്തില്ലായിരുന്നു. നമ്മളൊരു കാര്യം കാണാതെ പഠിക്കേണ്ട ഒരു സംഭവമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കാണാതെ എന്ന് പറഞ്ഞൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതൽ പേരും പഠിക്കുന്നത് ആ ബുക്ക് കൂടെ നോക്കി അങ്ങ് പോവുക ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരു വട്ടം അത് കാണാതെ പഠിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി. കാണാതെ പഠിച്ചിട്ട് പറയാൻ പറഞ്ഞത് അതിൻ്റെ എക്സാക്ട് വേർഡ്സ് അങ്ങനെ തന്നെ പറയാനല്ല, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറയുക. പിന്നെ ലോ പോലുള്ള പേപ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോ ലാംഗ്വേജ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ലോ ലാംഗ്വേജ് വരാനായിട്ട് കുറച്ച് ലോയുടെ ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ ആ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ അകത്ത് കുത്തിക്കയറ്റി പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം വേർഡ്സിൽ പറയുക. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ലോ ലാംഗ്വേജ് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് പറഞ്ഞു നോക്കുക. പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആ ലോ പോലെ തന്നെ പറയണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം വേർഡ്സിൽ നിന്ന് കാണാതെ പറഞ്ഞു കൊടുക്കുക. നമുക്കിതാണ് പ്രൊവിഷൻ, ഈ പ്രൊവിഷൻ അനുസരിച്ച് ഇന്ന കാര്യങ്ങളാണ് പറയുന്നത്. അല്ല നമ്മൾ തിയറി ആയിട്ട് ഫുള്ള് നമ്മൾ നോക്കി പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മെമ്മറി നിൽക്കത്തില്ല. മെമ്മറി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതെ തന്നെ പറഞ്ഞു നോക്കണം. കാണാതെ നമ്മൾ പറഞ്ഞു നോക്കിയ ഒരു കാര്യം നമുക്ക് പിന്നെ അത് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ പേപ്പറിലോട്ട് നമുക്ക് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അത് നല്ലൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കീ വേർഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഉദാഹരണം നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതുന്നത്? ഇപ്പം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കാര്യം പറയാം. അപ്പോൾ അതിന് തിയറി പേപ്പർ ലോ ആണ്. അപ്പോൾ ലോ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അതായത് നമ്മൾ ഒരു ഓർഡർ കാണില്ല. ആദ്യം പ്രൊവിഷൻ, പിന്നെ അനാലിസിസ്, പിന്നെ കൺക്ലൂഷൻ. അപ്പോൾ അത് അറിഞ്ഞില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുക അങ്ങനെ എഴുതുന്നൊരു നല്ല രീതിയാണ് കേട്ടോ. ആദ്യം നമ്മൾ പ്രൊവിഷൻ എഴുതുക. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ അനുസരിച്ചാണ് ഈ ഒരു സംഭവം വരുന്നത് എഴുതുക. അതിനുശേഷം അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് എടുത്ത് എഴുതുക. അത് ഫുള്ളായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ എഴുതാം. അതിനുശേഷം പിന്നെ അടുത്ത് എഴുതേണ്ടതാണ് കൺക്ലൂഷൻ. കൺക്ലൂഷനാണ് നമ്മൾ ഈ പ്രൊവിഷനും ഈ ഒരു കേസും വെച്ചിട്ട് എന്താണ് നമ്മുടെ ഒരു ഫൈനൽ കൺക്ലൂഷൻ രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞ പ്രൊവിഷൻ എഴുതുമ്പോൾ മിക്കപ്പോഴും നമ്മൾ അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ ആസ് പെർ ദ പ്രൊവിഷൻ എന്നൊക്കെ പറയാൻ എഴുതുന്നത്. അപ്പോൾ അതിനേക്കാൾ എന്തെങ്കിലും കീവേഡ്സ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ബാക്കി കാണുന്ന കുട്ടികൾക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ കൂടുതലും അക്കോർഡിംഗ് ടു അല്ലെങ്കിൽ ആസ് പെർ എന്നൊക്കെ പറയാൻ എഴുതുന്നത്. പിന്നെ അതേപോലെ അടുത്ത പോയിന്റാണ് അനാലിസിസിനകത്ത് നമ്മൾ ഒരുപാട് വലിച്ചിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ പണ്ട് ഈ കേസ് മൊത്തത്തിൽ എടുത്തങ്ങ് എഴുതുമായിരുന്നു. മൊത്തത്തിൽ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫുള്ളായിട്ട് അഡാപ്റ്റ് ചെയ്യല്ല, എന്നാലും കുറേയൊക്കെ ഞാൻ എഴുതുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോകും. അനാലിസിസ് നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും ഒരു മാക്സിമം 1 മാർക്കൊക്കെ അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും കിടന്ന് അതിനകത്ത് ബുദ്ധിമുട്ടണ്ട. നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അനാലിസിസ് എഴുതുക. ശേഷം കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്നതൊക്കെയാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ കൺക്ലൂഷൻ എഴുതുമ്പോഴത്തേക്ക് നമ്മളൊരു ലോ രീതിയിൽ വേണം എഴുതാൻ. അതായത് ഇപ്പം ആസ് പെർ ദിസ് സെക്ഷൻ ആൻഡ് കേസ് എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു ഭയങ്കര ബേസ് രീതിയാണ്. അതിനേക്കാളും നിങ്ങൾക്ക് കുറെ കീവേഡ്സ് യൂസ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് കീവേഡ്സ് പറഞ്ഞുതരാം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് പ്രൊവിഷൻസ് ആൻഡ് കേസ് ഗിവൺ. ഇപ്പോൾ ഇതൊരു കീവേഡാണ്. കീവേഡിൽ കീ സെന്റൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു സെന്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. കീവേഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെന്റൻസ് ആണ്. നമുക്ക് ആ ഒരു സമയത്ത് കൺക്ലൂഷൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ, നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം, ലോ രീതിയിൽ അറിയാം, ലോ ലാംഗ്വേജ് അറിയാം എന്നൊക്കെ കാണിക്കാനായിട്ട്
ഒരു സംഭവമാണ്. അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു സെന്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കീപ്പിംഗ് ദ എബോവ് ഫാക്ട്സ് ഇൻ വ്യൂ. അതായത് ഈ പറഞ്ഞേക്കുന്ന എബോവ് ഫാക്ട്സ് നമ്മൾ വ്യൂവിൽ വെക്കുമ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് തുടങ്ങാം കൺക്ലൂഷൻ. പിന്നെ നമുക്ക് വേറെ രീതിയിൽ കൺക്ലൂഷൻ കൊടുക്കാം. ആസ് എനൻസിയേറ്റഡ് ഇൻ ദ ഗിവൺ സിനാരിയോ. എനൻസിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്താവന, അതായത് പ്രസ്താവിച്ചിരിക്കുന്നതനുസരിച്ച്, ഈ പറഞ്ഞേക്കുന്ന ഗിവൺ സിനാരിയോയിൽ പ്രസ്താവിച്ചിരിക്കുന്നതനുസരിച്ച്. അപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക ഒരു സെന്റൻസ് ആണ് കേട്ടോ. അപ്പം ആസ് എനൻസിയേറ്റഡ് ഇൻ ദ ഗിവൺ സിനാരിയോ. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് ഓരോന്ന് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ടേക്കിംഗ് ദ എബോവ് പോയിന്റ്സ് ഇൻ ടു കൺസിഡറേഷൻ. അപ്പം ഇതൊക്കെ കുറച്ചും കൂടെ നമുക്ക് എന്തൊക്കെയോ അതിനെക്കുറിച്ച് അറിയാമെന്ന് തോന്നിക്കുന്ന കുറച്ച് പോയിന്റ്സ്. അപ്പം ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആൻസറിനെ കുറച്ചും കൂടെ ഒന്നൊരു അട്രാക്റ്റീവ് ആക്കാനും കാണുന്നവർക്ക് കുറച്ചും കൂടെ എന്തൊക്കെയോ കുട്ടിക്ക് അറിയാലോ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോവുക ചെയ്യരുത്. നിങ്ങൾ അവസാനം അണ്ടർലൈൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമയം കിട്ടത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എഴുതി തരുന്നതിന് സമയം കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ഇത് മൊത്തം വായിച്ച് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താണെങ്കിലും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പം ഈ പ്രൊവിഷൻസ്, മെയിൻ ആയിട്ടുള്ള പ്രൊവിഷൻസ്, പിന്നെ നമ്പേഴ്സ് വല്ല ഉണ്ടെങ്കിൽ അത്, ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കണം നമുക്ക്. അപ്പോൾ അതിനകത്തൊരു ഈ നമ്മൾ അനാലിസിലോട്ട് എടുത്ത് എഴുതില്ല ഒരു കേസ് എന്ന് പറഞ്ഞ്, ആ അനാലിസിനകത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം എയും ബിയും പാർട്ട്നേഴ്സ് ആണെങ്കിൽ എയും ബിയും ഇങ്ങനെ അവരാണ് പാർട്ട്നേഴ്സ്. അപ്പം എയിലും ബിയിലും അണ്ടർലൈൻ ചെയ്യണം. അതായത് അവരാണ് പാർട്ട്നേഴ്സ് എന്ന് എടുത്ത് അറിയണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ കൺക്ലൂഷനകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. കൺക്ലൂഷനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു ഫുൾ ഒരു പ്രൊവിഷൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതായത് പ്രൊവിഷൻ നമുക്ക് അറിയാം, ഇന്നതാണ് പ്രൊവിഷൻ, ഇന്ന കാര്യങ്ങളാണ്, എല്ലാം നമുക്കറിയാം, അതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ആൻസർ എഴുതത്തില്ല. ബാക്കി പ്രൊവിഷൻ മൊത്തം എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അവസാനം കൺക്ലൂഷന്റെ താഴെ എഴുതണം ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് വാലിഡ് ആണ്. ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാലിഡ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതണം. അത് നമ്മൾ അണ്ടർലൈനും ചെയ്യണം. ബാക്കി നമ്മൾ എത്ര പ്രൊവിഷൻസ് എഴുതിയാലും അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ താഴെ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വാലിഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡ് ആണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിരിക്കണം. ബാക്കി പ്രൊവിഷൻ മൊത്തം എഴുതിയിട്ട് വാലിഡ് ആണെന്ന് അവർ മനസ്സിലാക്കിക്കോളും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ എഴുതണം, വാലിഡ് ആണെന്ന് എഴുതണം. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആണെന്ന് എഴുതണം. അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതണം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ നേരത്ത് അത് ക്ലിയർ ആയിട്ട് വായിക്കുക കേട്ടോ. ആ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് എന്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കി ആ ചോദിക്കുന്നതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് അതിൽ വേണം. ഒരു സെന്റൻസ് ആണെങ്കിൽ യെസ്, ഇപ്പോൾ യെസ് ഓർ നോ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ യെസ് ഇത് അങ്ങനെയാണ്, കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്ന പോയിന്റ് ഉറപ്പായിട്ട് അതിൽ വേണം. അതിൻ്റെ ഒരു അണ്ടർലൈനിങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അടുത്തൊരു ടിപ്പാണ്, ഇത് മിക്കവർക്കും അറിയായിരിക്കും. നിങ്ങൾക്ക് സെക്ഷൻ നമ്പേഴ്സ് അറിഞ്ഞൂടെന്നുണ്ടെങ്കിൽ അത് എഴുതരുത്. ഞാനിപ്പോൾ സെക്ഷൻ നമ്പേഴ്സ് ഒക്കെ എഴുതിയിരുന്ന ഒരാളാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സെക്കൻഡ് അറ്റംപ്റ്റിലൊക്കെ ഞാൻ സെക്ഷൻ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു അറ്റംപ്റ്റ് സെക്ഷൻ നമ്പേഴ്സ് എഴുതാതെ എഴുതി. അപ്പോഴും മാർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ നമ്പേഴ്സിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് സെക്ഷൻ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് കംപ്ലീറ്റ് ആവും. സെക്ഷൻ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ ഒരു മാർക്കൊക്കെ ചിലപ്പോൾ പോകുമായിരിക്കും അതിൽ നിന്ന്. പക്ഷേ സെക്ഷൻ എഴുതിയിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയത് മൊത്തം ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകും. ഒന്നിനും ഒരു വാല്യൂ ഇല്ലാണ്ടായി പോകും. ഒറ്റ വെട്ടിൽ അത് ഫുള്ള് വെട്ടിക്കളയും. നിങ്ങൾക്ക് അപ്പോൾ നല്ല ഉറപ്പുണ്ട്, കംപ്ലീറ്റ് ഉറപ്പാണ് ഇത് കറക്റ്റ് ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സെക്ഷൻ എഴുതാം. പക്ഷേ നിങ്ങൾക്ക് ചെറിയെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സെക്ഷൻ എഴുതി വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിലും സെക്ഷൻ തെറ്റിപ്പോയിട്ട് നിങ്ങളുടെ മാർക്ക് ഫുള്ള് പോകുന്ന ആലോചിച്ച് വെക്കുക. നമ്മുടെ സിയുടെ എക്സാമിന് നമുക്ക് 1-2 മാർക്കിന് വ്യത്യാസത്തിനാണല്ലോ ഈ പറഞ്ഞ എല്ലാ മറിമായങ്ങളും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മൈൻഡിൽ വെക്കാം. ഈ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്, നിങ്ങൾ സെക്ഷൻസ് റിലേറ്റ് ചെയ്ത് എഴുതുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞ PDF നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു കമ്പനി, ആ ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ടേൺ ഓവർ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സ്മോൾ കമ്പനിയാണ്. നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു സ്മോൾ കമ്പനിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഈ പറയുന്ന കമ്പനി സ്മോൾ കമ്പനിയാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു ലിമിറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന കമ്പനി ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം എന്ത് എഴുതത്തുള്ളൂ, ആദ്യം എന്ത് ചിന്തിക്കത്തുള്ളൂ, സ്മോൾ കമ്പനിയുടെ ഡെഫിനേഷൻ മാത്രം എഴുതാം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എഴുതാം, എന്നല്ലേ വിചാരിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡെഫിനേഷൻ എഴുതണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡെഫിനേഷൻ എഴുതുമ്പോഴത്തേക്കും അതിന്റെ താഴെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും സ്മോൾ കമ്പനി, ഡോർമെന്റ് കമ്പനി, അതുപോലെ തന്നെ മറ്റേ പ്രൈവറ്റ് കമ്പനി, ഒരു ലിമിറ്റഡ് ഉണ്ടല്ലോ. അപ്പം അത്രയും കമ്പനീസ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ട എന്നൊരു പോയിന്റോടെ എഴുതണം. അതിനുശേഷമാണ് നമ്മൾ സ്മോൾ കമ്പനി എന്താണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം സ്മോൾ കമ്പനി എന്താണെന്ന് എഴുതി. അപ്പം പിന്നെ നമ്മൾ അവസാനം പിന്നെ റിലേറ്റ് ചെയ്യണം. അതായത് ഈ ഒരു സെക്ഷൻ അനുസരിച്ച് ഇത് സ്മോൾ കമ്പനി ആണ്, ഈ ഒരു ലിമിറ്റിന്റെ അകത്ത് വരുന്നതുകൊണ്ട് ഇത് സ്മോൾ കമ്പനി ആണ്. പിന്നെ മറ്റേ സെക്ഷൻ അനുസരിച്ച് സ്മോൾ കമ്പനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ 2 കൂടുതൽ സെക്ഷൻസ് ഒക്കെ റിലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു
ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അറ്റംപ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഒരു ഒന്നിൽ കൂടുതൽ സെക്ഷൻ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനും കൂടെ ചുമ്മാ എടുത്ത് എഴുതിയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നിങ്ങൾ വർക്കിംഗ് നോട്ട്സ് എഴുതുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അക്കൗണ്ട്സ് പോലുള്ള പേപ്പേഴ്സിന് മാത്രമാണ് വർക്കിംഗ് നോട്ട്സ് വേണ്ടത്, പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ലോയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം വേണ്ടി 200 മെമ്പേഴ്സിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തല്ലേ കണ്ടുപിടിക്കുന്നത്. അതായത് ഇത്ര നമ്പേഴ്സ് ഉണ്ടോ, മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ. അപ്പം അവരെയൊക്കെ മൈനസ് ചെയ്തിട്ട് പോയിന്റ് പാർട്ട്നേഴ്സിനെയൊക്കെ നമ്മൾ ഒരു പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്ത് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ. അപ്പോൾ അതെല്ലാം നോക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ ഈ 200 അകത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ആ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ ആ ഒരു വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് വർക്കിംഗ് നോട്ടായിട്ട് തന്നെ കാണിക്കണം. നമ്മൾ ആഡ് ചെയ്യുന്നതൊക്കെ കാണിക്കണം. എന്നിട്ട് ഈ വർക്കിംഗ് നോട്ടിന് ഒരു നമ്പർ കൊടുക്കുക. എന്നിട്ട് കൺക്ലൂഷൻ എഴുതാൻ നേരത്ത് ഈ ഒരു വർക്കിംഗ് നോട്ടും കൂടി എടുത്ത് അവിടെ എഴുതുക. അതായത് ആസ് പെർ ദിസ് വർക്കിംഗ് നോട്ട് അല്ലെങ്കിൽ കീപ്പിംഗ് ഇൻ വ്യൂ ദിസ് വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും തിയറി പേപ്പർ കേട്ടോ. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് നിങ്ങൾ കൂളിംഗ് ടൈം എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. അതായത് ആ ഒരു 15 മിനിറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾക്കിത് പലർക്കും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. ഞാനത് മാറ്റാൻ പറയത്തില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തൊരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ആ 15 മിനിറ്റ്സ് കൂളിംഗ് ടൈം കിട്ടുമ്പോഴത്തേക്കും ഞാൻ കൂടുതലും എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ആ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല, അത് മിക്കവാറും ഒരു 3 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ് ആയിരിക്കും. അപ്പോൾ അത് മിക്കവാറും എളുപ്പമായിരിക്കും. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എളുപ്പമായിരിക്കും. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് എനിക്കത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കും. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കാണും. ചിലപ്പം 30, 60, 30 അങ്ങനെ കുറേ ഡേറ്റ്സ് ഒക്കെ ഇല്ലേ. അപ്പം അങ്ങനെ ഡേറ്റ്സ് കാണും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെക്ഷൻ ഓർമ്മയുണ്ടെങ്കിൽ സെക്ഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ മറന്നു പോകാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ മറന്നു പോകും. അപ്പം കാണുമ്പോൾ ഓർമ്മ വരും, പക്ഷേ പിന്നെ എഴുതിക്കൊണ്ടിരിക്കാൻ മറന്നു പോകും. അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ ആ സൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലായിട്ട് എഴുതിയിടും. അങ്ങനെ ആ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതായത് 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഫുൾ ആ ഒരു കൂളിംഗ് ടൈം കൊണ്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. എഴുതി വെച്ചാൽ ഫുൾ എഴുതുമല്ല, ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം, മറക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ്, നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ്, നമ്മൾ മറ്റേ പേപ്പറിൽ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് സ്ക്രിബിൾ ചെയ്ത് വെക്കണം. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കണം. ആ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കാനും പറ്റും. എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ അവസാനത്തെ പാർട്ട് നോക്കണം, ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് വായിച്ച് നമുക്ക് മനസ്സിലാവും ഇത് ഏത് ചാപ്റ്ററിൽ ബേസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഏത് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓർഡർ എങ്ങനെ അറ്റൻഡ് ചെയ്യണം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സിമ്പിൾ ടെക്നിക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാം, ഒരു പ്ലാൻ ഉണ്ട് എങ്ങനെയൊക്കെ തുടങ്ങണം, ഏതൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ എന്താ വെച്ചാൽ മിക്കപ്പോഴും ഞാൻ ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങത്തില്ല. കാരണം അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഞാൻ തുടങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും പാടായിരിക്കും, ഞാൻ അത് വെച്ചും തുടങ്ങത്തില്ല. ഞാൻ ആദ്യം ഒരു 2ാമത്തെ 3ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ തുടങ്ങും. എന്നിട്ട് അത് ഞാൻ കുറച്ച് സമയം എടുത്ത് അത്യാവശ്യം നല്ലോണം എഴുതും. അതിനുശേഷം പിന്നെ ഞാൻ ഈ അടുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആണല്ലോ, അപ്പോൾ അതും ചെയ്യും. എന്നിട്ട് ഞാനൊരു 3ാമത്തെ 4ാമത്തെ വട്ടം മാത്രമേ ഞാൻ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം നമുക്ക് അതിനൊരു ലാസ്റ്റ് 15 മിനിറ്റ് അല്ല, എഴുതേണ്ട പേപ്പർ ആണെങ്കിൽ അങ്ങനെയല്ല, ഒരു 15 മിനിറ്റ് പോരാ. എന്നാലും ലാസ്റ്റ് കുറച്ച് സമയം മതി, മനസ്സിലായോ, അത് എഴുതാനായിട്ട്. കാരണം നമ്മൾ ഓൾറെഡി പോയിന്റ്സ് എല്ലാം നമുക്ക് അറിയാം, ചുമ്മാ നമുക്ക് പേപ്പറിലോട്ട് അത് മാറ്റി എഴുതിയാൽ മാത്രം മതി. പക്ഷേ ബാക്കിയൊന്നും അങ്ങനെയല്ല, നമുക്ക് തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതിയിട്ട് ഇത് ലാസ്റ്റ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് സമയം എടുത്ത് എഴുതുകയും ചെയ്യാം. അന്ന് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് നമുക്ക് കിട്ടും. അപ്പം അതൊരു മെത്തേഡാണ്, നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് MCQ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് MCQ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം MCQൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യണം. ഞാൻ പണ്ട് ഇത് അവസാനമൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ മെത്തേഡാണ്, ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോൾ ശരിയാണ്. കാരണം MCQ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കിട്ടും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. കാരണം MCQയിൽ പല ഈ പറഞ്ഞ ഒരു വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പല ക്വസ്റ്റ്യൻസിന് ചില ഈ പറഞ്ഞ ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ ആദ്യം MCQ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ഫ്രഷ് മൈൻഡിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് തിങ്ക് ചെയ്ത് ചെയ്യാനും പറ്റും. MCQ മാക്സിമം പോയി കഴിഞ്ഞാൽ 20 മിനിറ്റ് എടുക്കാവുള്ളൂ. നിങ്ങൾ 20 മിനിറ്റ് ഫിക്സ് ചെയ്ത് മൈൻഡ് വെക്കുക. ഒരു മാക്സിമം കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് അത്ര എടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ MCQ നിങ്ങൾ തീർക്കാൻ നോക്കുക മാക്സിമം. പിന്നെ അതുപോലെ തന്നെ തിയറി പേപ്പേഴ്സിൻ്റെ MCQ, ഈ ലോയുടെയൊക്കെ MCQ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, അതൊരു 2 പേജ് കാണും, വലിയൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ബേസ് ആയിരിക്കും 4 ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ ഈ ലോ പേപ്പറിൽ മിക്കപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്ക ക്വസ്റ്റ്യൻസിൻ്റെയും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വായിക്കാതെ തന്നെ അല്ലാതുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ MCQ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അത് വായിച്ചാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വായിക്കാം, എന്നിട്ട് പാരഗ്രാഫ് വായിക്കാം. ഓക്കെ, അപ്പോൾ
അതാകുമ്പോഴത്തേക്കും ഇനി ആ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി, നമുക്ക് അതുകൊണ്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ബെനിഫിറ്റ് ആണ്. അതല്ല പാരഗ്രാഫ് നോക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അപ്പോഴും ബെനിഫിറ്റ് ആണ്. കാരണം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻസ് അറിയാം. അപ്പം നമ്മുടെ കണ്ണുകൾ തേടുന്ന അതിൻ്റെ ആൻസേഴ്സ് മാത്രമായിരിക്കും. അപ്പം അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. അതായത് ഒരു കേസിനേരിക്ക് ഒരു 4 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ആ 4 ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആ കേസിനേരിയ വായിക്കുക, ഒന്ന് ഓടിച്ചിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് കുറേ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ബോണസ് ടിപ്പായിട്ട് ഒരു പ്രസന്റേഷൻ്റെ ടിപ്പ് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ആൻസർ എഴുതാൻ നേരത്ത് ഈ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടല്ലോ, പണ്ടോട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ എവിടെ എഴുതുന്നത്, സൈഡിൽ എഴുതുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നൊക്കെ പറയാം. അതിന് പകരം നടുക്ക് എഴുതുക. അതായത് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 അങ്ങനെ എഴുതുക. അപ്പോൾ 1 ആണെങ്കിൽ നമുക്ക് ഈ സിയുടെ എക്സാമിനൊക്കെ 1ൽ തന്നെ നമുക്ക് 1ന്റെ മറ്റേ സ്മോൾ ഡോട്ട് മറ്റേ ഐ ഉണ്ടല്ലോ അത്, പിന്നെ എ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് പിന്നെയും കാണും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 ഐ എ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത് ഇന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈ മാർജിൻ എല്ലാം കൂടെ കുത്തിക്കെട്ടി എഴുതുമ്പോഴേക്കും നമുക്ക് സ്ഥലം കിട്ടത്തില്ല. പോലെ തന്നെ നമ്മുടെ ആൻസർ പേപ്പർ വാല്യൂ ആൾക്കാർ കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് എന്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെന്നുള്ള കാര്യം കൺഫ്യൂഷൻ ആയിപ്പോൾ. അതുപോലെ തന്നെ ചിലരിപ്പം 6ാമത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പം പാർട്ട് എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ എക്ക് എന്നൊരു 1 ഉണ്ട്, 2 ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ മാർജിനിൽ ഇട്ടിട്ട് നമ്മൾ എ വീണ്ടും മാർജിനിൽ തന്നെ ഇടും, എന്നിട്ട് വീണ്ടും 1 വീണ്ടും മാർജിനിൽ തന്നെ ഇടും. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ആൻസറിൽ എന്തെങ്കിലും പോയിന്റ്സ് കൊടുക്കാനുണ്ടെങ്കിൽ ആ പോയിന്റ്സിൻ്റെ കുത്തോ സ്റ്റാറോ അല്ലെങ്കിൽ എയോ ഒക്കെ അത് മാർജിനിൽ തന്നെ ഇടും. അപ്പം നോക്കുന്നവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ് ഇതിനകത്ത് ആൻസർ, എവിടെ വെച്ച് നിർത്തണം, എവിടെ തുടങ്ങണം എന്നൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിപ്പോൾ. അതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ പ്രസന്റേഷൻ രീതിയാണ് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 എ ബി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നടുക്ക് എഴുതാം. നടുക്ക് എഴുതിയിട്ട് നമ്മൾ ആൻസർ ഇങ്ങനെ തുടങ്ങുമ്പം ആ ആൻസറിനകത്ത് എന്തെങ്കിലും ഇനി എ ബി സി എന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സൈഡിൽ മാർജിനിൽ കൊടുക്കാം. കാരണം മറ്റേതായിട്ട് ക്ലാഷ് വരുന്നില്ല. ഇത് ഇന്ന ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. 6ാമത്തെ ക്വസ്റ്റ്യനകത്ത് പാർട്ട് 1 എ ആണ് ഈ ആൻസർ എന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾ എത്ര എ ബി സി ഡി ഒക്കെ ഈ മാർജിനിൽ ഇട്ടാലും അതിന് കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ അത് പ്രസന്റേഷൻ്റെ ടിപ്പാണ്, ബോണസ് ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ വഴി തിയറി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ടിപ്പ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമല്ലോ. അപ്പം നിങ്ങൾ ഈ മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അല്ലെ ഡയറക്റ്റ് ആയിട്ട് പോയി നിങ്ങൾ ഇത് ആദ്യമായിട്ട് ചെന്നിട്ട് എക്സാമിന്, നമ്മുടെ സിയുടെ എക്സാമിന് പോയി ഇത് ചെയ്ത് നോക്കരുത്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സാം ഹോളിൽ പോയിട്ട് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ചാനലത് സിയെ കുറിച്ചും പിന്നെ വേറെ കുറേ എൻ്റർടൈനിങ്ങും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ സി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആവാൻ തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ, എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഫോളോ ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ സി എ റിലേറ്റഡ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോസ് പിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ വീഡിയോ എൻ്റെ ഒരു കുട്ടി ഒരു കമൻറ്റ് ചോദിച്ചാൽ തിയറി എങ്ങനെ പഠിക്കുന്നത്, അപ്പോൾ അത് ബേസാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക, എന്ത് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരെ കേൾക്കുന്ന ബൈ ബൈ.